ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആച്ചുക്കുട്ടൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ചോറുണ്ടാക്കണമുണ്ട്, അതിന് മുമ്പത്തെ ദിവസം ചായ ഉണ്ടാക്കണം റെസിപ്പി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചമ്മന്തി അരയ്ക്കാനുള്ള റെസിപ്പിയാണ് നമ്മൾ പറയുന്നത്. 2 എണ്ണം ഉണ്ട്. നമ്മൾ ആദ്യം മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. കറിയൊക്കെ അടുത്ത ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും, കറിയുടെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചമ്മന്തി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് പറയാം. ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ ചിരവി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു മാങ്ങ മുറിച്ചെടുക്കണം. പൂളിയാൽ മതി, കഷ്ണമാക്കണ്ട. അത് കഴിഞ്ഞിട്ട് അത് മിക്സിയുടെ സെക്കൻഡ് ജാറ്, വെള്ളം ഇടാണ്ട് അരയ്ക്കണം, ജാറിലേക്ക് ഇടണം. തേങ്ങ ചിരകിയത്, മാങ്ങ പൂളിയത്, ഉപ്പ്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും ഇവിടെ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പം മാങ്ങാ ചമ്മന്തി റെഡി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പുളിച്ചമ്മന്തിയെക്കുറിച്ചാണ്. നമ്മൾ ആദ്യം കുറച്ച് വാളാമ്പുളി ഇങ്ങനെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് മിക്സിയിലേക്ക് ഇടണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക് ഇട്ട്, കുറച്ച് മുളക് പൊടി, പിരിയമുളക് പൊടി ഇട്ട് നമ്മൾ അതരച്ചെടുത്താൽ പുളിച്ചമ്മന്തിയായി. പിന്നെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി. അതിന് നമ്മൾ തേങ്ങ ചുടണം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ചുട്ട് കഴിഞ്ഞിട്ട് അത് കഷ്ണമാക്കിയിട്ട് ബൗളിലേക്കിട്ട് ഉപ്പും ഒരു മുളകും ഇട്ട് അരച്ചെടുത്താൽ തേങ്ങ ചമ്മന്തിയാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അച്ചുക്കുട്ടൻ സൈനിങ് ഓഫ്.